എനിക്കിനി ഒരു പരാതിയില്ല, ഇനി കിട്ടിയില്ലെങ്കിൽ അതെന്റെ വിധി, ഞാൻ അങ്ങനെ സമാധാനിക്കും. അതെ, സമയത്ത് തന്നെ ഒരു ഉണർന്ന പ്രവർത്തനം, അതായത് ആ സ്പോട്ടിൽ നമുക്കിപ്പോൾ നേവിയുടെ സഹായം അല്ലെങ്കിൽ മറ്റുള്ള സഹായം എത്തിക്കാൻ ഉള്ള കാലതാമസം നേരിടും. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ മറൈൻ എൻഫോഴ്സ്മെന്റും കോസ്റ്റ് ഗാർഡും കൂടി ചേർന്നിട്ട് ഒരു അനുയോജ്യമായ ഒരു തിരച്ചിൽ നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ജീവൻ രക്ഷിക്കാമായിരുന്നു. അതല്ല, വൈകിട്ടാണെങ്കിലും അന്നത്തെ ദിവസം, അന്നത്തെ കാലാവസ്ഥ വളരെ അനുയോജ്യമായ കാലാവസ്ഥയായിരുന്നു. ആ സമയത്തെങ്കിലും ഇറങ്ങി പരിശോധന നടത്തിയിരുന്നെങ്കിൽ എൻ്റെ മോൻ്റെ ബോഡിയെങ്കിലും നമുക്ക് ആ സമയത്തിനുള്ളിൽ കിട്ടുമായിരുന്നു. അപ്പം അങ്ങനെയുള്ള നടപടികളൊന്നും സ്പോട്ടിൽ ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ ഈ 7 ദിവസം കാത്തിരിക്കേണ്ടി വന്നു. എനിക്ക് ഈ ഒരു സമരത്തോടു കൂടിയാണ് ഇത് നമുക്ക് ഈ ആവശ്യങ്ങൾ അറിയിക്കാനും, അപ്പോൾ ഇത്രയും സൗകര്യങ്ങൾ ഉണ്ട് എന്ന് അറിയുന്ന ഗവൺമെന്റ് ഇത് എന്തുകൊണ്ടാണ് ഉപയോഗിക്കാൻ വൈകിയതെന്ന് നമുക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഇന്ന് 10ാമത്തെ ദിവസം. ഇന്നലെ നമ്മൾ ഇത്രയും ഇങ്ങനെ തുടരെ ചോദിച്ചുകൊണ്ടിരുന്നത് കൊണ്ട്, അത് ശ്രദ്ധയിൽപ്പെടുത്തിയത് കൊണ്ടും സുരേഷ് ഗോപി സാർ രാത്രി ആയപ്പോഴത്തേക്കും നമ്മളെ വിളിച്ചിട്ട് കപ്പലിന്റെ നമ്മൾ ആവശ്യപ്പെട്ടത് പ്രകാരം കപ്പൽ വരുമെന്ന് INS കൽപ്പേനിയാണെന്ന് തോന്നുന്നു എത്തിയിരിക്കുന്നത്. അപ്പം രാവിലെ തന്നെ 6 മണിക്ക് നമ്മൾ 6 മണിക്ക് തന്നെ കടലിൽ അത് കാണുകയുണ്ടായി. അപ്പോഴും നമ്മളെ കോസ്റ്റൽ സ്റ്റേഷനിൽ ചെന്നിട്ട് കപ്പലിന്റെ കാര്യം ചോദിച്ചപ്പോൾ അവർ അറിഞ്ഞിട്ടില്ലെന്നുള്ളതാണ്. അതാണൊരു കോർഡിനേഷൻ ഇല്ല എന്ന് പറയുന്നത്. അപ്പോഴും അവരിത് അറിഞ്ഞിട്ടില്ല. കപ്പൽ പടിഞ്ഞാറ് വശത്ത് നമ്മൾ കണ്ടു, സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവരപ്പോഴും അത് അറിഞ്ഞിട്ടില്ല. നമ്മൾ ഇനി ഈ 10 ദിവസം കൊണ്ട് നമ്മൾ എന്ത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നുള്ളതിന് അടിസ്ഥാനപരമായിട്ട് അവർ വീണ്ടും പറയുകയാണ്, ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾ ഇനിയും, നിങ്ങളിനി എത്ര കിടന്ന് കൊല വിളിച്ചാലും ഞങ്ങൾക്ക് മാറ്റം ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് വീണ്ടും ദിവസം കഴിയുന്തോറും നമുക്ക് മനസ്സിലാക്കി തരുന്നൊരു കാര്യം. ആ ഒരു കോർഡിനേഷൻ ഇവിടെ നമ്മുടെ പടിഞ്ഞാറ് വശത്ത് വരുന്നുണ്ട്. നമ്മൾ കണ്ടിട്ട് ചെന്ന് ചോദിച്ചിട്ടും അവരറിഞ്ഞിട്ടില്ലെന്നുള്ളതാണ് സത്യസന്ധമായിട്ട് ഇന്ന് രാവിലെ. അതാണ് നമ്മൾ ഇനി നമുക്കെല്ലാം എത്ര തല്ലിയാലും ഞാൻ നന്നാവില്ല അമ്മാവെന്ന് പറയുന്ന ഒരു രീതിയാണ് നമ്മൾ ഗവൺമെന്റ് അടച്ചു പറയുമല്ല, നമ്മുടെ ഉദ്യോഗസ്ഥരുടേത്. തൃപ്തി ഇപ്പോൾ ഉള്ളതിൽ എനിക്ക് പറഞ്ഞ സംവിധാനങ്ങൾ അവർ ഒരുക്കി തന്നിട്ടുണ്ട്. തൃപ്തിയാവുക എന്ന് പറയുന്നത്, എനിക്ക് എൻ്റെ റിസൾട്ട് കിട്ടുമ്പോഴാണ് ഞാൻ തൃപ്തിയാവുന്നത്. അപ്പോൾ എൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നു. റിസൾട്ട് എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമല്ലേ ഞാൻ തൃപ്തിയാണോ എന്ന് എനിക്കത് വെരിഫൈ ചെയ്യാൻ പറ്റൂ. അപ്പം ഞാൻ ഓൾറെഡി ചെയ്ത സംവിധാനങ്ങളോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഞാൻ നന്ദി പറയുന്നു സാറിന്. ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. നമ്മുടെ ആവശ്യങ്ങൾ ഉൾക്കൊണ്ടു അതിനു വേണ്ടുന്ന പരമാവധി, കാരണം എന്ന് വെച്ചാൽ റീഫ്യൂൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, കൊച്ചി പോകുന്നതിന്റെ ബുദ്ധിമുട്ട് ഓർത്തിട്ട് നമുക്ക് അതിനുള്ള സംവിധാനം സാർ ഒരുപാട് സ്ഥലത്ത് അന്വേഷിപ്പിച്ചു. നമ്മൾ മാക്സിമം അന്വേഷിച്ചിട്ട് കരുനാപ്പള്ളി വവ്വാക്കാവിൽ വിവേകാനന്ദ സ്കൂളിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ സാറിനെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് സമയമെടുത്ത് തന്നെ സാർ അന്വേഷിച്ചു. അതിനൊരു ഫലപ്രാപ്തിയിൽ എത്തിച്ച്, അന്വേഷിക്കുക അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് പറഞ്ഞു അല്ല, പുള്ളി അത് പ്രവൃത്തിയിലൂടെ നമുക്ക് കാണിച്ചു തന്നു. നമ്മൾ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. ഞാൻ ഒരുപാട് നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുന്നു അദ്ദേഹത്തെ. ഫിഷറീസ് മന്ത്രി വിളിക്കുകയെങ്കിലും ചെയ്തിരുന്നോ ഫോണിൽ? ഇല്ല സാർ, അത് അന്ന് ആ ഒരു പ്രൊട്ടസ്റ്റില് പുള്ളി വിളിച്ചു, നമ്മളോട് പറഞ്ഞു. പിന്നെ സാധാരണ പോലെ തന്നെ അവർക്ക് നമ്മളെ ആവശ്യമില്ല, അത് അങ്ങനെ തന്നെ. നമുക്ക് അതിനകത്ത് ഒരു പരാതിയോ പരിഭവമോ ഒന്നുമില്ല. അത് പോട്ട് നമുക്കത് നമ്മൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ നമ്മളെ തള്ളിക്കളഞ്ഞു വെച്ചിരിക്കുന്നു. അപ്പം നമ്മൾ അതുപോലെ തന്നെ ശരി, നമുക്ക് വിളിച്ചില്ല, ഇനി പറഞ്ഞില്ല എന്നുള്ളൊരു പരാതി നമ്മുടെ ഭാഗത്തില്ല, പോട്ടെ. നമുക്ക് നമ്മുടെ കുഞ്ഞിന്റെ ശരീരം, അതായത് ഇന്ന് 10ാം ദിവസമെങ്കിലും എനിക്ക് എൻ്റെ മോനെ കിട്ടിയാൽ മതി എന്നുള്ളൊരു പ്രാർത്ഥനയോട് കൂടിയാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് നടന്നില്ലായിരുന്നെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് ഞാൻ അങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചിരുന്നത്. നിരാഹാരം തന്നെയായിരുന്നു എൻ്റെ മുന്നിലുള്ളൊരു മാർഗം. പക്ഷെ അതിന് വഴിവെക്കാതെ അദ്ദേഹം എനിക്ക് വേണ്ടുന്ന സഹായങ്ങൾ എത്തിച്ചു തന്നു. ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. വളരെയധികം നന്ദി ഞാൻ പറയുന്നു. ഒരുപാട് എനിക്ക് എങ്ങനെ അത് അറിയിക്കണം എന്നെനിക്ക് അറിയത്തില്ല. അത്രയും ഞാൻ നന്ദി അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു. നമ്മള് ഏതായാലും എല്ലാ കാര്യത്തിനും ഒരു പരിധി ഉണ്ടാവും. അതായത് ഒന്നുകിൽ നമുക്ക് കിട്ടുന്നത് വരെ അന്വേഷിക്കുക, അതല്ലെങ്കിൽ ദിവസങ്ങൾ പോകുന്നതിനനുസരിച്ചിട്ടൊരു എല്ലാ സംവിധാനങ്ങളും നമുക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് എല്ലായ്പ്പോഴും തിരച്ചിലിന് ഇറങ്ങണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നില്ല. നമുക്കൊരു ഉദ്ദേശം വരും. അപ്പൊ അതിനകത്ത് വെച്ചിട്ടില്ലെങ്കിൽ ഞാൻ തന്നെ പറയും, സാർ എനിക്ക് വേണ്ടിയിട്ട് ഇത്രയും ചെയ്തല്ലോ, മതി, ചെയ്തു തന്നതിന് ഞാനത് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി തിരച്ചിലും മതിയാക്കുന്നു ഞാൻ തന്നെ പറയും. കാരണം എനിക്ക് മറ്റൊരാളെ നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടിക്കുന്നതും ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അപ്പൊ എനിക്ക് ഒരു കണക്ക് കൂട്ടൽ, എൻ്റെ മോന് വേണ്ടിയിട്ട് അവർ ഇത്രയും തിരച്ചിൽ നടത്തിയിട്ടും കിട്ടിയില്ല, അപ്പം ഞാൻ സമാധാനിക്കും. ഒന്നും ചെയ്യാതിരുന്നിട്ട് എന്തോ ചെയ്തു എന്ന് പറയുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയധികം പ്രക്ഷോഭത്തിലോട്ട് പോയത്. പക്ഷെ ഞാനിപ്പോൾ എനിക്കത് ബോധ്യപ്പെടുന്നുണ്ട്. ഞാൻ തന്നെ അത് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പം അതിൽ എനിക്കിനി ഒരു പരാതിയില്ല. ഇനി കിട്ടിയില്ലെങ്കിൽ അതെന്റെ വിധി, ഞാൻ അങ്ങനെ സമാധാനിക്കും.